ഇരിക്കൂർ കുഞ്ഞാമിന കൊലപാതക കേസിലെ പ്രതികൾ 10 വർഷത്തിനു ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. 2016 ഏപ്രിൽ 30-ന് ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്ന മെരഡൻ കുഞ്ഞാമിന എന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെട്ട പ്രതികളായ ന്യൂഡൽഹി ഞാങ്ങളോയി സ്വദേശി നസീർ അലിയുടെ ഭാര്യ പർവീൻ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവരെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയത്. നേരത്തെ ഇവർ സൗമ്യ, രംഗാവാല, ഫരീദ, സുധ, സമീറ തുടങ്ങിയ വ്യാജ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നതും. 2016 വർഷത്തിൽ പ്രതികൾ വസ്ത്രം വ്യാപാരികൾ എന്നു പറഞ്ഞ് കുഞ്ഞാമിന താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കുകയും കുഞ്ഞാമിനയുമായി സൗഹൃദത്തിലാവുകയും 2016 ഏപ്രിൽ 30-ന് രാവിലെ കുഞ്ഞാമിനയെ പ്രതികളുടെ വാടക വീട്ടിൽ വെച്ച് കഴുത്തിനും വയറിനും നെഞ്ചത്തും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് മരണം ഉറപ്പാക്കി കുഞ്ഞാമിനയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വളയും പണവും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യം ചെയ്ത പ്രതികൾ അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ കേസിൽ പിടിക്കപ്പെടാതിരിക്കാൻ പ്രതികൾ സർവ്വവിധ മുൻകരുതലുകളും നടത്തിയിരുന്നു. പ്രതികൾ വ്യാജരേഖകൾ നൽകിയാണ് ക്വാർട്ടേഴ്സ് വാടകയ്ക്കെടുത്തതും. സംഭവത്തിന് മുൻപ് തന്നെ ഫോൺ വിൽപ്പന നടത്തി. ഫോണിന്റെ സിം കാർഡുകൾ സംഘടിപ്പിച്ചത് കർണാടക സ്വദേശിയായ ഒരാൾക്ക് സൗജന്യമായി വസ്ത്രം തരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ്. പ്രതികൾ ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിച്ചിരുന്നില്ല. ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ 2016-ൽ രജിസ്റ്റർ ചെയ്ത കേസ് 2024-ൽ അന്തർസംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. തെലുങ്കു, കന്നഡ, തമിഴ്, മലയാളം, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 7 ഭാഷകൾ സംസാരിക്കുന്ന പ്രതികൾ കണ്ണൂരിനെ കൂടാതെ കേരളത്തിലെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച് പോലീസിന് പിടികൊടുക്കാതെ കഴിഞ്ഞ 10 വർഷമായി ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് ഓഫ് പോലീസ് ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി സുധീർ കല്ലൻ, കണ്ണൂർ റൂറൽ DHQ-വിലെ SI-മാരായ അബ്ദുൾ റഫൂഖ്, ഗിരീഷ്, സുധീഷ്, ASI മഞ്ജുള എന്നിവരടങ്ങിയ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതികളെ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്ന് മധ്യപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. പ്രതികളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ണൂരിൽ ഹാജരാക്കിയതിനു ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും.